മഴ പെയ്യണ്ടാത്ത സമയത്ത്, അല്ലെങ്കിൽ ആ മഴ പെയ്യാൻ സാധ്യതയൊന്നുമില്ലാത്ത സമയത്ത് പാകിസ്ഥാൻ ഉരിച്ചുപോയി. ഇന്ത്യയുമായിട്ട് ഏതോ ഒരു സംസാരത്തിന്റെ പുറത്താണ്. അപ്പൊ അന്ന് ഒരു ഇതിനെപ്പറ്റി ഒരു സംസാരമുണ്ട്. കാളിയാണ് ഇതിന്റെ പുറകിൽ, കാളിയാണ് ഇത്. ആരും ഒന്നും പറയാൻ പോട്ടെ, എന്തോ കാളി എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി. പക്ഷെ ഇതിന്റെ ഈ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പരിധിയാൽ കിട്ടത്തില്ല. സാധാരണ ഇപ്പൊ ബ്രഹ്മോസിന്റെ ഡീറ്റെയിൽസ് പരിധിയാൽ കിട്ടും, S-400ന്റെ ഡീറ്റെയിൽസ് പരിധിയാൽ കിട്ടും. അപ്പൊ ഓരോ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന പോലെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ ഡീറ്റെയിൽസ് പോലെ അങ്ങനെ വലിയ വലിയ മിസൈലുകളുടെ ഡീറ്റെയിൽസ് ഇത്ര കിലോമീറ്റർ പോവും, ഇതിന്റെ പ്രഹരശേഷി ഇങ്ങനെയാണ്, ഇവിടുന്ന് നിലത്തുനിന്ന് തൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് തൊടുക്കാൻ പറ്റും, അന്തർവാഹിനിയും തൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ മിസൈലിനെ പറ്റി അങ്ങനത്തെ ഡീറ്റെയിൽസ്. പക്ഷെ കാളിയെ പറ്റി ഡീറ്റെയിൽസ് ഇല്ല. കാളിയെ പറ്റി ഡീറ്റെയിൽസ് ഞാൻ പറയാൻ കഴിയും. നമ്മുടെ പ്രതിരോധ സംവിധാനം S-400 എന്ന് പറയുന്നത് മാത്രമായിരുന്നില്ല, ഏതാണ്ട് 7 ലെയർ പ്രതിരോധ സംവിധാനം വരെ ഉണ്ടായിരുന്നു. അതിന്റെ വ്യക്തത വരുത്തിയിട്ടില്ല, അങ്ങ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടില്ല. കാരണം ഇന്ന വിമാനം അടിച്ചിട്ടു, ഇന്ന വിമാനം നമ്മൾ ഉപയോഗിച്ചു, അടിച്ചിട്ടു. അപ്പൊ നമുക്ക് വ്യക്തത വരുത്തേണ്ട കാര്യങ്ങൾ മാത്രമാണ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. വ്യക്തത വരുത്തണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന വളരെ കൂടുതൽ വലിപ്പത്തിൽ ആയുധങ്ങൾ, രഹസ്യ സ്വഭാവമുള്ളത് ഇന്ത്യയിൽ ഉണ്ട് എന്ന് നേരത്തെ ലോകരാജ്യങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അതിനകത്താണ് ഒരു കാളി. ഈ കാളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പറഞ്ഞ ശക്തമായ ഊർജ പ്രവാഹത്തിലൂടെ വെടിയുണ്ടയില്ല, ബോംബില്ല, സൗണ്ട് ഇല്ല, ഒന്നും വരുന്നത്. ഇപ്പൊ അയൽ രാജ്യത്തു നിന്ന് ഒരു മിസൈൽ ഇങ്ങോട്ട് വരിക, ഇത് ഈ ഊർജ പ്രവാഹം അങ്ങോട്ട് ചെന്നിട്ട് അതിന്റെ ഇലക്ട്രോണിക് സംവിധാനം മൊത്തം തകർത്താൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.